കുറേ ആളുകൾ എന്നോട് സംശയം ചോദിച്ച ഒരു കാര്യമാണ് ലിംഗത്തിൽ വരുന്ന വളവിനെ കുറിച്ച്. പല ആളുകളും ഇത് വലിയൊരു പേടിയോടെയാണ് ഇത് ചോദിക്കാറും ഇല്ലത്. ഈ ഒരു വളവ് മാറുമോ, ഇത് നോർമൽ ആണോ, അല്ലെങ്കിൽ ഇത് കാരണം ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ, ഉദ്ധാരണ പ്രശ്നമോ അല്ലെങ്കിൽ സെക്ഷൽ ഫങ്ഷൻ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമോ എന്നൊക്കെ ഉള്ള ഒരു വലിയ പേടി ഇത് ചോദിക്കുമ്പോൾ അവരിൽ കാണാറുണ്ട്. ഞാൻ ഡോക്ടർ ഷിംന, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട് ജില്ല. ലിംഗത്തിൽ വരുന്ന ഈ ഒരു വളവ് നോർമലാണോ? 10% ആളുകളിലും ലിംഗത്തിൽ ഇങ്ങനെ ഒരു വളവ് കാണുന്നതായിട്ട് ചില സ്റ്റഡീസ് പറയുന്നുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് 30 ഡിഗ്രിയിൽ താഴെയാണ് ഈ വളവെങ്കിൽ അത് നോർമലാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് അത് കാരണം വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഈ ഒരു വളവ് മുകളിലേക്കോ താഴ്ഭാഗത്തേക്കോ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ആവാം. ഇതിൻ്റെ കൂടെ വേദനയോ അല്ലെങ്കിൽ ഉദ്ധാരണ പ്രശ്നമോ അല്ലെങ്കിൽ ബന്ധപ്പെടുന്ന സമയത്ത് ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. ഇത് ആദ്യം മുതൽക്കേ ഈ ഒരു രീതിയിലായിരുന്നു കണ്ടുവന്നിട്ടുള്ളത് എങ്കിൽ ഇത് പ്രശ്നമില്ല. ഇത് ഒരു നോർമൽ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ കർവേച്ചർ എന്ന് പറയും. നമ്മുടെ മൂക്കിനോ അല്ലെങ്കിൽ വിരലുകളിലോ കാണുന്ന ഈ ഒരു വളവ് പോലെ തന്നെ ആ ഒരു പെനിസിൽ ചെറിയൊരു വളവ് വരുന്നു. ഒരു ബുദ്ധിമുട്ടുകളും ഇതിൻ്റെ കൂടെ അനുഭവിക്കുന്നില്ലെങ്കിൽ അത് നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഈ ഒരു വളവ് എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്? ചില ലക്ഷണങ്ങൾ ഈ ഒരു വളവിൻ്റെ കൂടെ നമ്മൾ അനുഭവിക്കുകയാണെങ്കിൽ ഈ ഒരു വളവിനെ കാര്യമായിട്ട് നോക്കണം. പ്രത്യേകിച്ച് ഈ ബന്ധപ്പെടുന്ന സമയത്ത് വേദന അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് പെട്ടെന്ന്, അതായത് ടീനേജിൻ്റെ സമയത്തൊക്കെ നോർമലായിരുന്നു, പക്ഷേ ഈ ഒരു അഡൾട്ട്ഹുഡിലേക്ക് എത്തിയപ്പോൾ പെട്ടെന്നാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഉദ്ധാരണം ശരിയായിട്ടുള്ള രീതിയിൽ നടക്കുന്നില്ല. ഇത് കൂടി വരുന്ന ഒരു ബുദ്ധിമുട്ട്, എന്തെങ്കിലും കട്ടിപ്പ് തോന്നുക, ഈ ബുദ്ധിമുട്ടൊക്കെ ഈ ഒരു വളവിൻ്റെ കൂടെ അനുഭവിക്കുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു ബുദ്ധിമുട്ടുകളോട് കൂടിയിട്ട് വരുന്ന ഈ ഒരു വളവിനെയാണ് പെയ്റോണീസ് ഡിസീസ് എന്ന് പറയുന്നത്. ഇത് വരാനുള്ള കാരണം പെനിസിൻ്റെ ഷാഫ്റ്റിൽ പല കമ്പാർട്ട്മെൻറ്റുകളും ഉണ്ട്. ഈ ഒരു കമ്പാർട്ട്മെൻറ്റുകളിൽ രക്തം എന്തെങ്കിലും ഒരു ഇഞ്ചുറി കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രഷറിൻ്റെ ഒരു കാരണത്താൽ ആ ഒരു കമ്പാർട്ട്മെൻറ്റുകളിൽ രക്തം കട്ട പിടിച്ച് വരുമ്പോഴുണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു പെയ്റോണീസ് ഡിസീസ്. എന്തെങ്കിലും ഒരു വിഗറസ് ആയിട്ടുള്ള സെക്ഷൽ ആക്ടിവിറ്റി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വിഗറസ് ആയിട്ടുള്ള മാസ്റ്റുർബേഷൻ ചെയ്യുമ്പോഴോ എന്തെങ്കിലും ഒരു ഇഞ്ചുറി സംഭവിച്ച് ഇതുപോലെ രക്തം കട്ട പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് സംഭവിക്കുന്നത് അവിടെ ഒരു സ്കാർ ടിഷ്യൂ ഫോം ചെയ്യാണ്, ഒരു ഫൈബറസ് ആയിട്ടുള്ള ഒരു കട്ടിപ്പ് അവിടെ വന്ന് തുടങ്ങാണ്. ഈ കട്ടിപ്പ് വരുന്ന ഭാഗത്തേക്ക് ലിംഗം വളഞ്ഞു വരുന്നുണ്ട്. ഈ ഉദ്ധാരണമൊക്കെ നടക്കുന്ന സമയത്ത് ഈ ഒരു സ്കാർ ടിഷ്യൂവിൻ്റെ ഭാഗം സ്ട്രെച്ച് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് തന്നെ ഉദ്ധാരണം നടക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തേക്ക് വളവ് കാണും. അതുപോലെ തന്നെ കൂടുതലായിട്ട് പുകവലി ചെയ്യുന്ന ആളുകളിൽ ഈ ഡയബറ്റീസിൻ്റെ കൂടെയോ കൊളസ്ട്രോളിൻ്റെ കൂടെയോ ഈ ഒരു സ്കാർ ടിഷ്യൂവിൻ്റെ ഫോർമേഷന് പെനിസിൻ്റെ ഭാഗങ്ങളിൽ കണ്ടുവരാറുണ്ട്. ഈ ഒരു ലിംഗത്തിൻ്റെ കർവേച്ചറും അവിടെ കണ്ടുവരാറുണ്ട്. ഈ ഒരു പൈറോണീസ് ഡിസീസിന് പല സ്റ്റേജുകളുണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റേജാണ് ആ ഒരു ഇൻഫ്ലമേഷന് തുടങ്ങുന്ന ആ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ആ ഒരു ആക്റ്റീവ് സ്റ്റേജ്. ഈ ഒരു സ്റ്റേജിൽ ആ ഇൻഫ്ലമേഷന് തുടങ്ങുന്നേ ഉള്ളൂ. അവിടെ കൂടുതൽ വേദന ആണ് അനുഭവപ്പെടുക. ഈ ഒരു കർവേച്ചർ മെല്ലെ തുടങ്ങുന്നതേ ഉണ്ടാവുന്നുണ്ടാവുള്ളൂ. ഈ ഒരു സമയത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ടില്ല, ഈ ഒരു ക്രോണിക് ഫേസിലേക്ക് അത് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വേദന കുറവായിരിക്കും. പക്ഷേ ഈ ഒരു സ്കാർ ടിഷ്യൂ നല്ല രീതിയിൽ അതിൻ്റെ മേലെ കൂടെ കാൽഷ്യം ഒക്കെ ഡെപ്പോസിഷന് നടന്നിട്ട് ഇത് നല്ല രീതിയിൽ അവിടെ
കട്ടിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു മെഡിസിൻ കൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഈ ഒരു ക്രോണിക് ആയിട്ടുള്ള സ്റ്റേജിൽ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈ ഒരു ആക്റ്റീവ് ആയിട്ടില്ല, ആ ഒരു ഇൻഫ്ലമേഷന് ഇല്ല, ആ ഒരു വേദന ഇല്ല സമയത്താണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മെഡിസിൻ കൊണ്ട് നല്ല രീതിയിൽ മാറ്റം വരുത്താൻ പറ്റുന്നതാണ്. പക്ഷേ പൊതുവേ ഈ ഒരു ആക്റ്റീവ് ആയിട്ടില്ല, അതായത് ആ ഒരു ഇൻഫ്ലമേഷന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവാണ്ട് ഇത് ആരോടും തുറന്ന് പറയാണ്ട് തന്നെ പല ആളുകളും ഇത് മൂടി വെച്ച് ഈ ഒരു അസുഖത്തിന് ക്രോണിക് സ്റ്റേജിലേക്ക് എത്തി. ഈ വളവ് വളരെ കൂടുതലായി കഴിഞ്ഞിട്ടാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വരാറുള്ളത്. അതും നമ്മളടുത്ത് വരുമ്പോൾ ഒരു പ്രശ്നം പറയുന്നത് ഈ ഒരു വളവിനെക്കാട്ടിലും കൂടുതൽ ഉദാഹരണ പ്രശ്നമായിട്ടാണ് നമ്മളോട് പറയാറുള്ളത്. ഈ ഒരു ഇൻഫ്ലമേറ്ററി സ്റ്റേജിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നി തുടങ്ങിയാൽ ചെയ്യേണ്ട ഒരു 2 കാര്യങ്ങളാണ്. ഒരു ഇളം ചുടുവെള്ളത്തിൽ ഒരു ടവലോ ടിഷ്യൂ പേപ്പറെല്ലാം മുക്കിയിട്ട് അത് ആ ഒരു കല്ലിപ്പില്ല ഭാഗത്ത് തുടച്ചു കൊടുക്കാം. അത് ലൈറ്റായിട്ടാണ് തുടച്ചു കൊടുക്കേണ്ടത്. കൂടുതൽ ഹാർഡായിട്ട് തുടച്ച് കഴിഞ്ഞാൽ അവിടെ ബ്ലീഡിങ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ലൈറ്റായിട്ട് തുടച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് omega-3 ഫാറ്റി ആസിഡ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, മീനുകൾ അല്ലെങ്കിൽ അതിൻ്റെ മീൻ ഗുളികകളൊക്കെ കഴിക്കുകയാണെങ്കിൽ ഈ ഒരു ഇൻഫ്ലമേഷനെ കുറക്കാനും അത് സാധിക്കും. പൊതുവേ ഈ ഒരു പൈറോണിസ് ഡിസീസ് ഇല്ല ആളുകൾ നമ്മൾ ക്ലിനിക്കിലേക്ക് എത്തുന്നത് ഉദ്ധാരണ കുറവാണെന്ന് പറഞ്ഞിട്ടാണ്. ഇത്രയുമാണ് പൈറോണിസ് ഡിസീസ് ഉണ്ടാവാനില്ല കാരണവും അതിൻ്റെ ലക്ഷണങ്ങളും. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ ചികിത്സയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ ഡോക്ടർ ഷിംന, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട് ജില്ല.